എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാൽദീവ്സിന്റെ മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ തന്നെ മാൽദീവ്സിന്റെ കാഴ്ചകൾ തന്നെയാണത്. മാൽദീവ്സിന്റെ ഭംഗി പരമാവധി ഏറ്റവും നല്ല രീതിയിൽ തന്നെ എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ ഡ്രോണും മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് മാൽദീവ് സീരീസിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു വലിയൊരു വിഷമം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോകൾക്ക് വേണ്ടത്ര വ്യൂ കിട്ടുന്നില്ല എന്നുള്ളതാണ്. യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ ശരിയായ രീതിയിൽ പോകാത്തത് ഒരു വിഷയമായി തന്നെ കാണുന്നു. പക്ഷെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതൃപ്തിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, അത് ഇങ്ങനെ ആയാൽ നന്നായിരുന്നു അങ്ങനെ ആയാൽ നന്നായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ കാണുന്നതിലൂടെ ഇതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ എന്നെ അറിയിക്കണം. കാരണം ഒരുപാട് മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്ന് അനുദിനം നൂറുകണക്കിന് പുതിയ പുതിയ ചാനലുകളാണ് വരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഒരു പക്ഷെ പ്രേക്ഷകർക്ക് തെരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ വളരെ നിങ്ങളുടെ മുമ്പിലുള്ളതിനാൽ അതല്ല ഇനി ഞാൻ ചെയ്യുന്ന എൻ്റെ വീഡിയോകളിൽ നിങ്ങൾക്ക് വല്ലാത്ത ബോറിംഗ് ഉണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് ഈ ഒരു വീഡിയോ തുടങ്ങും മുമ്പ്, കാഴ്ചകളിലേക്ക് കടക്കും മുമ്പ് ഞാൻ എൻ്റെ മാന്യ പ്രേക്ഷകരോട് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുന്നു, എൻ്റെ വീഡിയോ കാണാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോന്റെ പാർട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒരുപാട് പ്രേക്ഷകർ പലപ്പോഴും പല വീഡിയോയിലും കമന്റ് ചെയ്യാറുണ്ട്. പലതും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്ന് പറയാറുണ്ട്. അത് ഞാൻ ശരിവെക്കുന്നു. കാരണം ഞാൻ ഇത് എഴുതി തയ്യാറാക്കിയ രീതിയിലല്ല ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഓരോ കാഴ്ചകളും കാണുമ്പോൾ അന്നേരം വീണ്ടും പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ പരമാവധി എഡിറ്റിങ്ങിലൊക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ വീഡിയോ കാണുന്നതിൽ 60% പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണിത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നിങ്ങൾ കാണാത്ത പക്ഷം നിങ്ങൾ കമന്റ് സെക്ഷനിൽ നമ്മൾ തമ്മിലുള്ള ജസ്റ്റ് ഒരു കമന്റിലൂടെ നമുക്ക് കണക്ട് ആവുന്നതുള്ളൂ. അപ്പൊ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന രീതിയിൽ പരമാവധി ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പതിവ് പ്രകാരം നമ്മുടെ വീഡിയോ നമ്മൾ തുടങ്ങുകയായി. അപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്, നമ്മൾ മാൽദീവ്സിൽ നിന്ന്, അതായത് മാലി സിറ്റിയിൽ നിന്ന് നമ്മൾ തുളുസ്തു ഐലൻഡിലേക്കുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ ബോട്ടിലാണ്. അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് നമ്മുടെ കാഴ്ചകൾ തുടർന്ന് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ തുളുസ്തു ഐലൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. 5 മണിയുടെ ബോട്ടിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ തരും. പിന്നെ ഇന്നത്തെ താമസം, ഇന്നും നാളെയും താമസം അവിടെയാണ്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ വീഡിയോ സീരീസ് കണ്ടു കഴിഞ്ഞോടുകൂടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും മാൽദീവ്സിൽ എങ്ങനെ ബഡ്ജറ്റ് വൈസിൽ യാത്ര ചെയ്യാം, അതുപോലെ ലക്ഷറിയുടെ യാത്ര ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ പുറത്ത് കാണാം. മാലിയിൽ നിന്നും തുളുസ്തു ഐലൻഡിലേക്ക് എത്താനായിട്ട് നമുക്ക് 1 മണിക്കൂറോളം എടുത്ത് ആ 1 മണിക്കൂറിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഇപ്പൊ കണ്ടുപോയത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കണ്ടില്ലേ, ഞാൻ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ മാലിയുടെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാടൊന്നും വർണ്ണിക്കേണ്ട ആവശ്യമില്ല. അത് പ്രകാരം നമ്മുടെ ബോട്ട് അവിടെ ഹാർബറിൽ എടുത്തു.
വളരെ ചെറിയ ഹാർബറാണ്, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ മാലി എന്ന് പറയുമ്പോൾ മാലി സിറ്റിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനുള്ള ആളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമൊക്കെ റെഡിയാണ്. അപ്പൊ ആ വഴിയിൽ നമ്മൾ പോകുന്ന ഡയറക്ഷനിലുള്ള ഹോട്ടലുകളിലൊക്കെ ഇറങ്ങാനുള്ളവരൊക്കെ ഇതിൽ കയറ്റി കൊണ്ടുപോകും. അവരുടെ ലഗേജ് എല്ലാം തന്നെ. പലപ്പോഴും ഈ വണ്ടിയും അവൈലബിൾ ആവണമെന്നില്ല, പലപ്പോഴും ഉന്തുവണ്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് വഴി കാണാൻ പറ്റും അത്തരം വിശേഷങ്ങളൊക്കെ. ഇതുപോലെ വലിയ വലിയ ബോക്സുകളൊക്കെ ഇറക്കുന്നത് സഞ്ചാരികൾ. ഇവിടെ പ്രധാനമായിട്ട് സർഫിംഗ് ഏരിയ ആണിത്. തുളുസ്തു ഐലൻഡ് എന്ന് പറഞ്ഞാൽ സർഫിങ്ങിന് വളരെ ഫേമസ് ആണ്. മാലദ്വീപിലെ പല പല ഐലൻഡുകളും, അതായത് ഐലൻഡുകളുടെ കിടപ്പനുസരിച്ചിട്ടാണ് സർഫിംഗ്. സർഫിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയ തിരമാലകളിലൂടെ ഒഴുകി പോകുന്ന, ഒരു ബോർഡിന്റെ മുകളിൽ നിന്ന് ഒഴുകി പോകുന്ന കാഴ്ചകൾ. ഞാനിപ്പോ ഇനിയിപ്പോ സർഫിംഗ് അറിയാത്തവർക്കായിട്ട് അതിന്റെ കുറച്ച് കാഴ്ചകളൂടെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള കാഴ്ചകളൊക്കെ വരും എപ്പിസോഡിൽ നമുക്കൊന്ന് കാണാം. അപ്പൊ ഏതാനും സർഫിംഗ് സീനുകൾ നമുക്കൊന്ന് കണ്ടുപോകാം. ഇതിന്റെയൊക്കെ വിശദമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും എപ്പിസോഡുകളിലൊക്കെ വരുന്നുണ്ട്. അത് പ്രകാരം നമ്മുടെ പെട്ടിയും കിട്ടി. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്കാണ് യാത്ര. പക്ഷെ ഞാൻ ഒറ്റക്കായ യാത്ര ആയതിനാൽ തന്നെ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ടുകളൊന്നും തന്നെ ഞാൻ തിരഞ്ഞെടുത്തില്ല. കാരണം ഏറ്റവും ബഡ്ജറ്റ് വൈസിൽ താമസിക്കാമെന്ന് കരുതി. നമ്മൾ ഇതിക്ക് മുമ്പ് കടുത്തു ഐലൻഡിൽ നമ്മൾ നെസാക്കി റെസിഡൻസിലൊക്കെ വളരെ ലക്ഷറി ആയിരുന്നു നമ്മുടെ ജീവിതം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ലളിതമാക്കാം എന്ന് കരുതി. കാരണം മാൽദീവ്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി, പ്രത്യേകിച്ച് തായ്ലൻഡ് മലേഷ്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണത്. അതിനാൽ തന്നെ ഇന്നത്തെ താമസം ഇവിടെ ചെറിയ രീതിയിലാക്കാമെന്ന് കരുതുകയും പ്രേക്ഷകർക്കായിട്ട് ഇവിടുത്തെ റിസോർട്ടുകളുടെ സെറ്റപ്പുകളൊക്കെ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റിസോർട്ട് വിസിറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. ലക്ഷറി റിസോർട്ട്, അതായത് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെ, അതിപ്പോൾ ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ മതി, നമ്മൾ ഒറ്റക്കൊക്കെ ആകുമ്പോൾ ഇത് തന്നെ ധാരാളം. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ നമ്മളുടെ ഹോട്ടലിലേക്കുള്ള യാത്രയാണ്. ഈ ബാറ്ററി ഓപ്പറേറ്റഡ് വാഹനങ്ങളാണ് ഇവിടെ അധികവും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറു വാഹനങ്ങളാണ്. നമ്മുടെ നാട്ടിലേതുപോലെ വലിയ റോഡുകളൊന്നും നമ്മളിവിടെ പ്രതീക്ഷിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറിംഗ് ഒന്നും ഇല്ല. ഈ കാണുന്ന റോഡുകളാണ്. തുളുസ്തു ഐലൻഡിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ല റോഡുകൾ എന്നുള്ളത്. നമുക്ക് ഈ ഇവിടുത്തെ യാത്രയിലൊക്കെ വരും എപ്പിസോഡുകളിലും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മാലിയിലെ റോഡുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മാലി സിറ്റിയിൽ അതുപോലെ ഹുളുമാലി സൈഡൊക്കെ നല്ല റോഡുകളും നല്ല പാലങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണെങ്കിൽ ഉൾ ഏരിയകളിൽ, അതായത് ഉള്ളിലേക്കുള്ള ഐലൻഡുകൾ, ഉൾ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് മാറിയിട്ടുള്ള മറ്റ് ഐലൻഡുകളിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതാണിത്. ഇതുപോലത്തെ റോഡുകളാണ് എങ്ങും നമുക്ക് കാണാൻ കഴിയുക. കടന്നു പോകുന്ന വഴിയിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എല്ലാം കടന്നു പോകുന്നുണ്ട്, പള്ളികൾ എല്ലാം കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ രീതി ഇതാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മാലി സിറ്റിയിൽ നിന്നും മാറിയിട്ടുള്ള ഐലൻഡുകളുടെ കാഴ്ചകളും എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. പക്ഷെ നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്ന കടുതു ഐലൻഡിലാണെങ്കിൽ വളരെ വലിയ റോഡുകളും മറ്റുമുണ്ട്. അതായത് 3 ഐലൻഡുകൾ ചേർന്നതാണ് കടുതു ഐലൻഡ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആ വീഡിയോകളിൽ ഇതിക്ക് മുമ്പ് കഴിഞ്ഞു പോയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ എപ്പിസോഡും കൂടി കാണുക. അപ്പോൾ സാധാരണ മറ്റ് ഐലൻഡുകളുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെ മണ്ണിട്ട റോഡുകളിലൂടെയാണ് ഗതാഗതം. പലതും നടന്നു തന്നെയായിരിക്കും പോകുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് ഈ റൂട്ടിൽ ഇപ്പോൾ ബോട്ട് വന്ന സമയത്ത് ഇവിടേക്കുള്ള മറ്റൊരു റിസോർട്ടിലേക്കുള്ള ഒരു വാഹനം കിട്ടിയതിനാൽ നമ്മൾ ഇതുവഴി യാത്ര, അല്ലെങ്കിൽ വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിരിക്കും ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും ഉള്ളത്. അപ്പോൾ അത് പ്രകാരം നമ്മളുടെ ഇന്ന് താമസിക്കുന്ന നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ വലിയ റൂമുകളൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിലൂടെ ഒരു ദ്വീപിലെ ഗതാഗത മാർഗങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ദ്വീപിന്റെ സഞ്ചാരയോഗ്യമായ റോഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ചുറ്റും കാണുന്ന മതിൽക്കെട്ടിനകത്ത് മാലി സ്വദേശികൾ, അതായത് ഇവിടുത്തുകാർ തന്നെ താമസിക്കുന്ന വീടുകളാണ് അധികവും. അതിനോടൊപ്പം തന്നെ ധാരാളം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പണിതിരിക്കുന്ന റിസോർട്ട് സെറ്റപ്പിലുള്ളതും അതുപോലെ ഇൻഡിവിജ്വൽ വീടുകൾ, നമ്മൾ ഗസ്റ്റ് ഹൗസുകളും മറ്റും നമുക്കിവിടെ കാണാൻ കഴിയും.
അങ്ങനെ നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിലെത്തി. ഡ്രീം ഇൻ എന്ന ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. തുളുസ്തു ഐലൻഡ് ഇതിവിടെ കണ്ടില്ലേ, ഡ്രീം ഇൻ തുളുസ്തു. തുളുസ്തു എന്ന് പറയുന്ന ഐലൻഡിന്റെ പേരാണ്. നമ്മൾ വന്നത് കടുത്തു ഐലൻഡിൽ നിന്ന്. അവിടെയാണ് നമ്മുടെ നെസാക്കി റെസിഡൻസി ഒക്കെ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഒരു നമ്മുടെ നാട്ടിലെ പഴയൊരു വീടിന്റെ സെറ്റപ്പ് ഇതൊക്കെ തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ ബഡ്ജറ്റ് വൈസിൽ താമസിക്കാനായിട്ട് അനുയോജ്യമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 2000-2500 രൂപ കൊടുക്കണമെങ്കിൽ ഇവിടെ അത്തരം രൂപക്കൊന്നും കിട്ടൂല എന്ന് ആദ്യം തന്നെ പറയട്ടെ. ഇത്തരം ദ്വീപുകളിൽ ഇതും നമുക്ക് ഒരു എക്സ്പെൻസീവ് തന്നെയായിട്ട് തോന്നാം, പക്ഷെ നമുക്ക് നോർമലി കമ്പയർ ചെയ്യുമ്പോൾ അഫോർഡബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് നല്ലൊരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മാൽദീവ്സ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ, ആ കടലിന്റെ ശരിയായ സൗന്ദര്യവും ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല നല്ല റിസോർട്ടുകൾ തന്നെയാണ് ഞാൻ എൻ്റെ സ്വന്തം നിലക്ക് പ്രിഫർ ചെയ്യുള്ളൂ. കാരണം ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്ര അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒന്ന് പ്രിഫർ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അതാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ യാത്ര നമ്മൾ എന്താണ് മാൽദീവ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഫീൽ കിട്ടാതെ പോകും. എനിവേ നമ്മുടെ സബ്ജക്റ്റ് അതല്ല, നമ്മൾക്ക് കാഴ്ചകൾ പകർത്തി എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അത് പ്രകാരം ഡ്രീം ഇന്നിൽ ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് നമ്മുടെ റൂം കാണാം. വളരെ ചെറിയ പ്രോപ്പർട്ടി ആയതിനാൽ തന്നെ കുറച്ച് റൂമുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ള റൂമുകൾ അത്രയും നല്ല സൗകര്യമുള്ള റൂമുകളാണ്. അപ്പോൾ റൂമിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പിന്നെ റൂമിൽ നമ്മൾ വളരെ കുറച്ച് സമയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പരമാവധി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി ഇതാണ് റൂമിലെ കാഴ്ചകൾ. ഇനി നമുക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കണം. എന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകൾ പകർത്താൻ പോകണം. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.